അവസാനമായി CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ ED അന്വേഷണം നിലവിലെത്തി നിൽക്കുന്നത് മുൻമന്ത്രി കൂടിയായ PA മുഹമ്മദ് റിയാസിന്റെ സ്വത്തുക്കൾക്കിടയിലാണ്. CMRൽ നിന്ന് വീണ കൈപ്പറ്റിയ പണം ഭർത്താവായ റിയാസിന്റെ അറിവോടെ സുഹൃത്തുക്കൾക്ക് ലഭിച്ചോ എന്നും ED പരിശോധിക്കും. കോഴിക്കോട് നടത്തിയ പരിശോധനയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റിയാസിന്റെ സുഹൃത്തുക്കളെ നോട്ടീസ് നൽകി ED ചോദ്യം ചെയ്തേക്കും. വീണയ്ക്ക് പ്രതിരോധം തീർത്ത് അന്വേഷണത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സിനോജ് തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. സിനോജ്, PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾക്കിടയിലേക്കും അന്വേഷണം വ്യാപിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയമായ അന്വേഷണമാണ്, രാഷ്ട്രീയമായി നേരിടും എന്നത് തന്നെയാണ് CPMന്റെ പ്രഖ്യാപനം. ആരിലേക്കൊക്കെ എങ്ങനെയൊക്കെ അന്വേഷണം? മാധു, ഗുഡ് ഈവനിങ്. അതായത് ഈ ഘട്ടത്തിൽ റിയാസിലേക്ക് അന്വേഷണം എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. പക്ഷേ റിയാസിലേക്കും അന്വേഷണം പോയേക്കാം. കാരണം ഇപ്പോൾ കോഴിക്കോട് അന്വേഷണം എത്തി നിൽക്കുന്നു. അതും റിയാസിന്റെ സുഹൃത്തുക്കൾക്കിടയിലാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ പിണറായിലെ വീട്ടിലും തലസ്ഥാനത്തെ വീട്ടിലും മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിലെ വീട്ടിലും ED പരിശോധന നടത്തുന്നു. അതിനുശേഷമാണ് വീണയെ 2 തവണ വിശദമായി ചോദ്യം ചെയ്യുന്നു. അതായത് എക്സാലോജിക് CMRL ഇടപെടലുമായി ബന്ധപ്പെട്ട് ലഭിച്ച സാമ്പത്തിക ഇടപാടിൽ ലഭിച്ച പണം ഏതെങ്കിലും തരത്തിൽ റിയാസിന്റെ സുഹൃത്തുക്കൾ വഴി വെളുപ്പിക്കാൻ വഴിയൊരുക്കും എന്നാണ് ED പരിശോധിക്കുന്നത്. അതായത് റിയാസിന്റെ സുഹൃത്തുക്കൾക്ക് പലതരത്തിലുള്ള കമ്പനികൾ കോഴിക്കോട് നഗരത്തിലുണ്ട്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ED അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ പരിശോധിച്ച് അതിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ റിയാസിന്റെ സുഹൃത്തുക്കളെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം മാത്രമായിരിക്കും കൂടുതൽ അന്വേഷണത്തിലേക്ക് ED പോവുക. അതായത് റിയാസിന്റെ വീണയുടെ വിവാഹം നടക്കുന്നത് 2020 ജൂൺ മാസത്തിലാണ്. 2017-20 കാലഘട്ടത്തിലാണ് CMRL എക്സാലോജിക് ഇടപാട് നടക്കുന്നത്. അതിനുശേഷം വീണയുടെയും റിയാസിന്റെ വിവാഹത്തിന് ശേഷം റിയാസിന്റെ അനുമതി വാങ്ങിയോ അല്ലെങ്കിൽ റിയാസിന്റെ നിർദ്ദേശത്തെ തുടർന്നോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഇടപാടുമായി ലഭിച്ച പണം നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ED പരിശോധിക്കുന്നത്. പക്ഷേ ഇന്ന് റിയാസ് പറഞ്ഞു വെക്കുന്നത് വീണ എന്ന സ്വതന്ത്ര വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ഇത് ബിസിനസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അതിനുള്ള കഴിവുണ്ട്, അത് അവർ തുടരുക തന്നെ ചെയ്യുമെന്നാണ് റിയാസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് റിയാസിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളെ പുകമറയുടെ ഉള്ളിൽ നിർത്താനുള്ള ശ്രമമാണ് BJPയും ED നടത്തുന്നതെന്നാണ് റിയാസ് പറഞ്ഞു വെക്കുന്നത്. അതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും റിയാസ് പറഞ്ഞു വെക്കുന്നു. CPM സംസ്ഥാന നേതൃത്വം ഇതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ED അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സാമ്പത്തിക ഇടപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ റിയാസിന് സുഹൃത്തുക്കൾ വഴി നടത്തിയിട്ടുണ്ടോ, അതിന് റിയാസിന്റെ പിന്തുണ അവർക്ക് ലഭിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ED പരിശോധിച്ച് വരിക. ഓരോ ഘട്ടം ഘട്ടമായാണ് EDയുടെ പരിശോധന മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് റിയാസിന്റെ 8 സുഹൃത്തുക്കൾക്കിടയിൽ പരിശോധന നടത്തിയത്. റിയാസ് പറയുന്നത് മന്ത്രി എന്ന നിലയ്ക്കോ MLA എന്ന നിലയ്ക്കോ ഉള്ള സൗഹൃദ ബന്ധമല്ല, അതിന് മുൻപ് തന്നെ സഹപാഠികളായിരുന്ന ആളുകളെ വീട്ടിൽ തന്നെയാണ് ഇതേ രീതിയിലുള്ള പരിശോധന നടത്തിയിരിക്കുന്നത്. പക്ഷേ പരിശോധന നടത്തിയെങ്കിൽ കൂടി ഒരു തരത്തിലുള്ള തെളിവുകളും EDക്ക് ലഭിച്ചിട്ടില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് റിയാസ് പറഞ്ഞു വെക്കുന്നത്. കോട്ടൂളിലെ തന്റെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴും തെളിവുകൾ ലഭിച്ചിട്ടില്ല. സുഹൃത്തുക്കളുടെ വീട്ടിലും സ്ഥാപനത്തിലും ഇന്നലെ പരിശോധന നടത്തിയപ്പോഴും തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന് റിയാസ് പറഞ്ഞു വെക്കുന്നു. ഇനിയുള്ള EDയുടെ നീക്കം എങ്ങനെയായിരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന മുഹമ്മദ് റിയാസിന്റെ പ്രതികരണവും വന്നിരിക്കുന്നു. സിനോജ് തോമസ് വിവരങ്ങൾ നൽകിയത്.